എന്നും മുതലാളിത്ത വ്യവസ്ഥയിൽ തൊഴിലില്ലായ്മയുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവർക്കും തൊഴിൽ നൽകിയാൽ പിന്നെ തൊഴിലെടുക്കുന്നവർ പറയുന്ന കൂലി കൊടുക്കേണ്ടി വരും. ഇപ്പോൾ കൂലിക്കുള്ള കടിഞ്ഞാണെന്ന് പറയുന്നത് തൊഴിലില്ലായ്മയാണ്. ഇതാണ് മാർക്സ് സിദ്ധാന്തിച്ചത്. ഈ തൊഴിലില്ലായ്മ സാമ്പത്തിക മാന്ദ്യമൊക്കെ ഉണ്ടാകുമ്പോൾ കൂടുതൽ ഉയരും, സാമ്പത്തിക അഭിവൃദ്ധിയുടെ കാലത്ത് താഴേക്ക് പോകും. എന്നാൽ ഇപ്പോൾ ലോകത്ത് സംഭവിക്കുന്നതല്ല, സ്ട്രക്ചറലാണ്. തൊഴിലില്ലായ്മ കയറി ഇറങ്ങിയല്ല, തൊഴിലില്ലായ്മ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിന് കാരണം ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന ദ്രുതഗതിയിലുള്ള സാങ്കേതിക വിദ്യ മാറ്റമാണ്. പുതിയ ടെക്നോളജികൾ, പ്രത്യേകിച്ച് AI പോലുള്ളത്, റോബോട്ടുകൾ, ഇതെല്ലാം തൊഴിലാളിക്ക് പകരം യന്ത്രങ്ങളെ കൊണ്ടുവരുന്നു. AI വരുമ്പോൾ മനുഷ്യനെ പോലെ ചിന്തിക്കുന്ന റോബോട്ടുകൾ രംഗപ്രവേശനം ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഇന്ന് അംഗീകരിക്കുന്നുണ്ട് ഈ റോബോട്ടുകളുടെ രംഗപ്രവേശനം വലിയൊരു സംഖ്യ തൊഴിലാളികൾ ഡിസ്പ്ലേസ് ചെയ്യും. അതിൻ്റെ കേളിയോട്ടാണ് ഇന്നിപ്പോൾ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന്. പക്ഷെ ഞാൻ പറയാ, അങ്ങനെ അങ്ങോട്ട് ഭയപ്പെടേണ്ട കാര്യമല്ലത്. ഈ വ്യവസ്ഥയിലൊരു മാറ്റം വന്നാൽ മതിയെന്ന്. ഇപ്പോൾ തൊഴിലാളികൾ യൂറോപ്പിലൊക്കെ ആഴ്ചയിൽ 5 ദിവസം പണിയെടുക്കുന്നു. 5 ദിവസത്തിന് പകരം 3 ദിവസം പണിയെടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും തൊഴിലുണ്ടാവും. 5 ദിവസത്തെ പണി 3 ദിവസം വെച്ച് ചുരുക്കണം. അങ്ങനെയല്ലേ ലോകത്ത് നെപ്പോളിയൻ്റെ കാലത്ത് ആഴ്ചയിൽ 7 ദിവസവും പണിയെടുത്തിരുന്നു. പിന്നെ സമരത്തിൽ യന്ത്രവൽക്കരണമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് 6 ആയി, പിന്നെ 5 ആയി. ഇനിയിപ്പോൾ വേണ്ടത് 5 ൽ 3 ആക്കുക. ട്രേഡ് യൂണിയൻ്റെ മുദ്രാവാക്യം അതാണ്. അത് ലെഷർ ടൈം, വിനോദത്തിനും വിശ്രമത്തിനുള്ള സമയം വർദ്ധിപ്പിക്കണം. മനുഷ്യന്മാരെല്ലാം കൂടുതൽ പുസ്തകം വായിക്കുകയും കല ആസ്വദിക്കുകയും സംഗീതം കേൾക്കുകയും ചെയ്യാനുള്ള അവസരമാണ് ഈ പുതിയ സാങ്കേതിക വിദ്യകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ വ്യവസ്ഥ അത് സമ്മതിക്കുന്നില്ല. കിട്ടുന്ന ലാഭം മുഴുവൻ ഇങ്ങനെ തൊഴിലാളിക്ക് വിതം ചെയ്യാനല്ല, ഒരു പറ്റം മുതലാളിമാരുടെ കയ്യിലേക്ക് എത്തിച്ചേരുകയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് പിക്കറ്റിയൊക്കെ പറയുന്ന പോലെ അസമത്വം ഊഹാതീതമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുക. ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അസമത്വം ഉള്ള കാലത്തോടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ലോകത്തെ തൊഴിലില്ലായ്മയുടെ കാരണം ഇതാണ്. അതിന് പരിഹാരം ലളിതമല്ല. ഈ വ്യവസ്ഥയിൽ തന്നെ മാറ്റം കൊണ്ടുവരേണ്ടതുണ്ട്.